ഇദ്ദേഹം ഒരു സൗമ്യനാണ്, മിതഭാഷിയാണ്, മൃദുഭാഷിയാണ്, സാംസ്കാരിക രംഗമായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ്, പുള്ളി ഒരു കവിയാണ് എന്നൊക്കെയാണ് മൂതം പറയുന്നത്. ഇനി മൂതനെ പോലെ മയ്യഴി പുഴയുടെ തീരങ്ങൾ എഴുതുമോ, അതോ കാരായി രാജൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ SPCS വഴി പ്രസിദ്ധീകരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ കാരായി രാജനെക്കുറിച്ച് മൂന്നും പറയുമ്പോൾ പാർട്ടിയുടെ ഉപ്പും ചോറും തിന്ന് കഴിയുന്ന വേറൊരു സാഹിത്യകാരൻ, അദ്ദേഹത്തിന് ഒരു അശോകൻ ചെരുവില്ലെന്നാണ്. അദ്ദേഹം ഇതിനേക്കാൾ കൂടി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കാരായി രാജന് ഒരുപാട് കാലമായിട്ട് അറിയാം. ആൾ വലിയ ത്യാഗിയാണ്, നിഷ്കളങ്കനാണ്, നിരപരാധിയാണ്. പുള്ളി ഒരു കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് CBI. അദ്ദേഹം ഇതിൻ്റെ അകത്തുനിന്ന് സത്യം തെളിയിച്ച് പുറത്തു വരും എന്നുള്ളതിൽ പുള്ളിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ കാരായി രാജനെ കാണുമ്പോഴൊക്കെ അശോകൻ ചെരുവിലിന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മനോമുകുരത്തിൽ തെളിയുന്നത് ക്രിസ്തുവിൻ്റെ രൂപമാണ്. കാരണം ക്രിസ്തുവിനെ പോലെയാണ് കാരായി രാജൻ. മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മനുഷ്യൻ. അദ്ദേഹത്തെ മുൾക്കിരീടമടിയിച്ചു, അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ടടിച്ചു, അദ്ദേഹത്തിൻ്റെ തോളിൽ വലിയ ഒരു കുരിശെടുത്ത് വെച്ചു, മല കയറിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞതാ അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ പോവുകയാണ്.